വയനാട് പനമരം അമ്മാനിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. നെടുകുന്നിൽ സത്യജ്യോതിക്കാണ് പരിക്കേറ്റത്. ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ചേതൻ സാജൻ കൂടി ചേരുന്നുണ്ട്. ചേതൻ, എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടായത്? ഇപ്പോൾ സത്യജ്യോതിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? വിവരങ്ങൾ. ശ്രീ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വയനാട് പനമരത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വയനാട് പനമരത്ത് അമാനിയിൽ വെച്ചാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ നെടുങ്കുന്നിൽ സത്യജ്യോതിക്ക് പരിക്കേൽക്കുന്നത്. ഇയാൾക്കും 22 വയസ്സ് മാത്രമാണ് പ്രായം. ഈ സത്യജ്യോതി തന്റെ പിതാവിനോടൊപ്പം മൈസൂരിൽ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന വഴിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഏൽക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ ഈ സമീപത്തെ നാട്ടുകാർ ആംബുലൻസിനെ വിളിക്കുകയും അയാളെ ആംബുലൻസിൽ കയറ്റുകയും സമീപമുള്ള വയനാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ആയിരുന്നു. ഇയാളുടെ ആരോഗ്യനിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാഹ്യമായ പരിക്കൊക്കെ കുറവാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ കാട്ടാന തുമ്പിയെടുത്ത് ചൊറിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ ഇവരുടെ നട്ടലിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ നട്ടലിന്റെ ഉൾവശത്താണ് പരിക്കേൽക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വയനാട്ടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇയാളുടെ എക്സ്റേ ഒക്കെ മറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ കൂടുതൽ ഇവരുടെ ആരോഗ്യനിലയെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എക്സ്റേ ഉണ്ട്, അതോടൊപ്പം തന്നെ CT മറ്റു പരിശോധനകളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ഇയാൾക്ക് പരിക്കേറ്റ ആ പ്രദേശം എന്ന് പറയുന്നത് മുമ്പും ഇത്തരത്തിൽ അവിടെ കാട്ടാനയുടെ ആക്രമണമൊക്കെ ഉണ്ടായ മേഖലയാണ്. ഏതായാലും ഇയാൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. മറ്റ് കൂടുതൽ ആവശ്യമെങ്കിൽ കൂടുതൽ ചികിത്സക്കായി ഒരുപക്ഷെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രീനിധി, ചേതൻ, ഈ പനമരം അമ്മാനി എന്ന് പറയുന്നത് ജനവാസ മേഖലയാണോ? ചേതൻ പറഞ്ഞത് വെച്ച് മനസ്സിലാക്കുമ്പോൾ നേരത്തെയും ഇവിടെ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം നടന്നിട്ടുണ്ട് അല്ലെ? അതൊക്കെ മുമ്പും ഇത്തരത്തിൽ ഇവിടെ സമാനമായ രീതിയിൽ കാട്ടാന ആക്രമണം നടന്നിട്ടുണ്ട്. ഏതായാലും കുറച്ചു കാലമായി ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ പട്ടം സ്വദേശിയായ ജ്യോതിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. ഇയാൾ പിതാവിനോടൊപ്പം മൈസൂരിൽ പരീക്ഷ എഴുതാൻ പോകുന്ന മാർഗത്തിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ വിവരമറിഞ്ഞ് നാട്ടിൽ ഓടിക്കൂടിയത് കൊണ്ടാണ് ഇയാൾ ജീവൻ രക്ഷിക്കാനായത്. കാട്ടാന തുമ്പിക്കൈ എടുത്ത് ചുഴറ്റി എറിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും മറ്റ് ബാഹ്യമായ പരിക്കുകളൊന്നും ഇയാൾക്ക് സംഭവിച്ചിട്ടില്ല. നട്ടലിന് പരിക്കുണ്ടോ എന്ന കാര്യം പൂർണ്ണാർത്ഥത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. നട്ടലിന് ഉൾവശത്ത് പരിക്കേറ്റതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളിപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ എക്സ്റേയും അതുപോലെ തന്നെ CT സ്കാനിങ് ഒക്കെ ഉണ്ട്. അതിന്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഇയാളുടെ ആരോഗ്യ നിലയെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം പുറത്തു വരികയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഇയാൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശമുണ്ടെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാൻ ആലോചനയും ഉണ്ട്.